എൻ്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ താടനങ്ങളും ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ ശവപ്പെട്ടിയിൽ അടിച്ചു കയറുന്ന ഓരോ ആണിക്കല്ലുകളാണ്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ലാലാ ലജ്പത് റായ് എന്ന ധീരനായ ദേശാഭിമാനിയുടെ വാക്കുകൾ മനസ്സിലുണ്ടാക്കുന്നത് ദേശബോധത്തിൻ്റെ അഭിമാനത്തിൻ്റെ അനുരണനങ്ങളാണ്. സ്വാഗതം അഭിമാനപൂർണമായ അറിവിൻ്റെ ഈ യാത്രയിലേക്ക്. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ശിക്ഷണാശാലിയായ മാധ്യമപ്രവർത്തക ശ്രീമതി രേഖ മേനോൻ, സ്വാഗതം. വെൽക്കം ടു ദ ഷോ. ഈ ദിവസം അശ്വമേധത്തിന്റെ ഈ വൈജ്ഞാനിക യാത്രയിൽ നമ്മോടൊപ്പം സഞ്ചരിക്കാനെത്തുന്നത് ആരാണെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ രാജീവ് അല്ലെങ്കിൽ. ഒരുപാട് പേർക്ക് അറിയാമെന്നാണ് വിചാരം. 21ാമത്തെ വർഷമാണ് പാട്ടെഴുത്തുകാരനായുള്ള ജീവിതം. 19 വയസ്സിലാണ് തുടക്കം. റോഷൽ നാടകങ്ങൾക്ക് പാട്ടെഴുതിയാണ് രംഗത്ത് വന്നത്. അശ്വമേധത്തിൻ്റെ രാജവീതിയിൽ എവിടെ വെച്ചോ GS പ്രദീപിനെ കണ്ടുമുട്ടണം എന്നത് എൻ്റെ ചിരകാലമായ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. ചുറ്റുപാടുകളെ വായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സിലബസിന് പുറത്തേക്ക് ഒരാൾക്ക് എത്താൻ വല്ലാത്ത പ്രയാസമാണ്. സിലബസിനകത്ത് തന്നെ ഒതുങ്ങിപ്പോകുന്ന അനേകായിരം ജീവിതങ്ങൾക്കിടയ്ക്ക് ജീവിതത്തെ തിരിച്ചറിയുക എന്നുള്ളത് അപൂർവമായ ഒരു സൗഭാഗ്യമാണ്. GS പ്രദീപ് എന്ന ഗ്രാൻഡ് മാസ്റ്റർ ചുറ്റുപാടുകളെ സസൂക്ഷ്മം വായിക്കുന്ന, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരനാണ്. GS പ്രദീപ് കൈരളി TV-യുടെ എക്കാലത്തെയും മികച്ച പരിപാടികളിലൊന്നായ അശ്വമേധത്തിൻ്റെ ഗ്രാൻഡ് മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്ററോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനുള്ള അപൂർവ അവസരത്തിനായി ഞാനും കാത്തിരിക്കുന്നു. അതെ, അത് അദ്ദേഹം തന്നെയാണ്. ദീർഘകാലമായി നാടക, ചലച്ചിത്ര, ഗാനരചനാരംഗത്തെ സജീവ സാന്നിധ്യം ശ്രീ രാജീവ് ആലുങ്കൽ. പ്ലീസ് വാക്ക് ഇൻ. സോ ശ്രീ രാജീവ്, വളരെ സന്തോഷം അശ്വമേധത്തിൻ്റെ അതിഥിയായി എത്തിയത്. എനിക്കും വളരെ സന്തോഷം. ഒരുപാട് അവാർഡുകൾ ഇതിനോടകം നേടി. അവാർഡുകളൊക്കെ വെച്ച് പുതിയ ഷെൽഫുകളാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, കഴിഞ്ഞ ദിവസം ഒരു ഷെൽഫ് പണിതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഷെൽഫ് പണിതേ ഉള്ളൂ അവാർഡ് വയ്ക്കാൻ. ഏറ്റവും കൂടുതൽ അവാർഡ് നാടകരംഗത്ത് നിന്ന് തന്നെയല്ലേ കിട്ടിയത്? അതെ, 19ാമത്തെ വയസ്സിലാണ് നാടകത്തിൽ പാട്ട് എഴുതിയത്. 19ാമത്തെ വയസ്സിൽ. ആ പാട്ടിൻ്റെ വരികൾ ഓർമ്മയുണ്ടോ? ആ പാട്ട് ആദ്യത്തെ പാട്ടാണ്. ആ പാട്ട് ആദ്യത്തേത് എന്തും പ്രിയതരമായിരിക്കണം. സ്നേഹ സരോവര തീരത്ത് നിൽക്കും ശ്രീകോവിലി കുടുംബം എന്നാണ്. സ്നേഹ സരോവര തീരത്ത് നിൽക്കും ശ്രീകോവിലി കുടുംബം. നല്ല വരികൾ. നമുക്ക് ഈ ഹോട്ട് സീറ്റ് ഇരിക്കണം. അതിനു മുൻപ് താങ്കൾ അശ്വമേധത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. പ്ലീസ്. സോ ശ്രീ രാജീവ് ആലുങ്കൽ, സ്നേഹ സരോവര തീരത്ത് നിൽക്കുന്ന ശ്രീകോവിലി കുടുംബമെന്ന് 19ാമത്തെ വയസ്സിൽ പാട്ടെഴുതി മലയാള ഗാനരചനാ ശാഖയിൽ ഒരു വെള്ളി വെളിച്ചമായി പടർന്നു കയറിയ, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീ രാജീവ് ആലുങ്കൽ മനസ്സിൽ വിചാരിച്ച പേര് രേഖ അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്തു. ശ്രീകോവിലിൽ കുടിയിരുത്തിയിട്ടുണ്ട്. അപ്രൂവ് ചെയ്ത് ശ്രീകോവിലിൽ കുടിയിരുത്തുകയും ചെയ്തു. ആൻഡ് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണല്ലോ ശില്പ? റെഡി. ശില്പയാണല്ലോ ഹെൽപ്പ് അല്ലേ? ഇരിക്കൂ രാജീവ്, പ്ലീസ്. സോ പറയൂ, ഇതുവരെ എത്ര പാട്ട് എഴുതി? 3500ഓളം പാട്ടുകൾ. 3500ഓളം പാട്ടുകൾ. 3500 പാട്ട്. 90കളിലാണ് ആൽബങ്ങളുടെ ഒരു ബഹളം ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ പാട്ടെഴുത്തിൽ സജീവമായതും. ചെറിയ അമ്പലങ്ങൾക്ക് വരെ പാട്ടെഴുതുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ 240ഓളം CD-കളിലായി 2400 പാട്ടുകൾ. 90ഓളം സിനിമകളിലായി 250 പാട്ടുകൾ. 220 നാടകങ്ങളിലായി 1400ഓളം പാട്ടുകൾ. പിന്നെ ആകാശവാണി ലളിതഗാനം. ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോട്ടാ. പുരുഷനേക്കാൾ നല്ലത് പുള്ളിയുടെ ഇതെന്തായി പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 22ാമത്തെ വർഷമാണ്. 22ാമത്തെ വർഷമാണ്. എനിക്കിപ്പോൾ 42 വയസ്സായി. 19 വയസ്സിൽ തുടങ്ങി. 42 വയസ്സായി. ഓ, താങ്കൾ എന്നെക്കാൾ 6 വയസ്സിന് മൂത്തയാളാണപ്പോൾ. ഞാൻ വിചാരിച്ചു നമ്മൾ ഏകദേശം സമപ്രായക്കാരായിരിക്കും. അത് ശരി. അപ്പൊ ശ്രീ രാജീവ്, കുടുംബം ആരൊക്കെയുണ്ട്? വീട്ടില് ഒരു ഭാര്യ,
ഒരു ഭാര്യ, ഒരു കുഞ്ഞ്. കുഞ്ഞിന്റെ പേര്? കുഞ്ഞിന്റെ പേര് ആകാശ് രാജ്. ആകാശ്. അവന് 7 വയസ്സായി. 7 വയസ്സായി. അയാൾ പാട്ട് എഴുതുമോ? പിന്നെ അയാൾ പാട്ടെഴുതും പ്രസംഗിക്കുമെന്ന് ഇപ്പോഴേ പറയാൻ തുടങ്ങി. ആണല്ലേ? പ്രസംഗം കാണാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രദീപേട്ടനെ. കാര്യം പ്രദീപ് ചേട്ടനല്ല, പ്രദീപിനെ. ഓ, പ്രദീപ് കുട്ടനെ. പ്രദീപ് കുട്ടനെ, അതാണ്. എന്തൊരു സ്നേഹമുള്ള വിളിയാണ് അതല്ലേ. എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരേ കാര്യമുള്ളൂ, ഈ വിക്കിപീഡിയ ഇല്ലാത്ത ചില ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ചുറ്റുപാടുകളെ വായിക്കാനുള്ള ഒരു ഹൃദയമുള്ള ഒരാൾ, അയാളെ ഞാൻ പ്രണയിക്കുന്നു. താങ്ക് യു. ഔറംഗസീബിന്റെ അച്ഛൻ ഷാജഹാൻ ആണെന്നും ഷാജഹാന്റെ അച്ഛൻ ജഹാംഗീർ ആണെന്നും ജഹാംഗീറിന്റെ അച്ഛൻ അക്ബർ ആണെന്നും അക്ബറിന്റെ അച്ഛൻ ഹുമയൂൺ ആണെന്നും ഹുമയൂണിന്റെ അച്ഛൻ ബാബർ ആണെന്നും കുട്ടികൾ പഠിക്കുന്നു. അതെ, സ്വന്തം അച്ഛന്റെ പേരറിയാം, പിന്നെ വേണ്ടി വന്നാൽ അച്ഛന്റെ വരെ കഷ്ടിച്ചറിയാം. അതിനുശേഷം അച്ഛന്റെ അച്ഛനും ഒരു അച്ഛൻ ഉണ്ടായിരുന്നല്ലേ എന്നുള്ളതാണ് കുട്ടികളുടെ സംശയം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചരിത്രത്തെ പുനർവായിക്കാനും ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള നമ്മുടെ ഒരു ശ്രമം അല്ലേ. തുടങ്ങാം. ഈ പ്രഗത്ഭനായ പാട്ടെഴുത്തുകാരനോടൊപ്പം ഞാനൊന്ന് പാടിക്കോട്ടെ ആ ഗാനം യാഗം. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. 1950 ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. താങ്കളായതുകൊണ്ട് സാഹിത്യമല്ല. അല്ല. രാഷ്ട്രീയം? അല്ല. പെർഫോമിംഗ് ആർട്ടിസ്റ്റ്? യെസ്. ഒരു നൃത്തരൂപം? അല്ല. ഉപകരണ സംഗീതം? അല്ല. ഒരു നാടൻ കലാരൂപം, നാടോടി കലാരൂപം? നാടൻ കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നൃത്തവുമായി യാതൊരു ബന്ധവും ഇല്ല. അതിന് ഒരു ബന്ധവും. ജനകീയ കലാരൂപമല്ല, നാടൻ കലാരൂപമാണ്. അതൊരു ജനകീയ കലാരൂപമായിരുന്നു. ഹരികഥ, വിൽപ്പാട്ട്, കഥാപ്രസംഗം ഇതിലൊന്നാണ്. ആണ്. കഥാപ്രസംഗം? അല്ല. ഹരികഥ? അതെ. അദ്ദേഹം ഏതെങ്കിലും ഒരു കലയുടെ ആരംഭകനാണ് എന്ന് പറയാമോ? ആരംഭകൻ എന്ന് പറയാനാവില്ല, പ്രചാരകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. 16ാമത്തെ ചോദ്യം. ഹരികഥയിൽ നിന്നും കഥാപ്രസംഗത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നല്ലോ. ഹരികഥയിൽ നിന്നും കഥാപ്രസംഗത്തിലേക്കുള്ള പരിണാമം, ആ പരിണാമ ദശയിൽ ചുക്കാൻ പിടിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് പറയാം. പറയാം. സത്യവ്രതനാണോ മനസ്സിൽ? അല്ല. സത്യവ്രതനല്ല. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? ഉണ്ട്. എടാമംഗലം പപ്പുകുട്ടി ഭാഗവതർ? അല്ല. കൺഗ്രാറ്റുലേഷൻസ് രാജീവ്, യു ഹാവ് won ₹5,000 from Mir Realtor. പറയൂ, ആരാണ്? ചേർത്തല ഭവാനിയാണ്. ചേർത്തല ഭവാനിയമ്മ. ഞാൻ പുരുഷനാണോ എന്ന് ചോദിച്ചില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രചാരകനാണെന്ന് വെറുതെ അങ്ങോട്ട് പറയുകയും ചെയ്തു. സത്യവ്രതനും ചേർത്തല ഭവാനിയമ്മയുമായിരുന്നു. ഇവർ രണ്ടുപേരും തന്നെയാണ് ഹരികഥയിൽ നിന്നും കഥാപ്രസംഗത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയതും. അങ്ങനെയാണ് സത്യവ്രതൻ കഥാപ്രസംഗ കലയുടെ പിതാവ് ആയി അറിയപ്പെടുന്നത്. ചേർത്തല ഭവാനിയമ്മയുടെ മകനാണ് ചേർത്തല ബാലചന്ദ്രൻ. ചേർത്തല ഭവാനി കേരളത്തിലെ ആദ്യത്തെ ഹരികഥാ കലാകാരിയാണ് ചേർത്തല ഭവാനി. തമിഴിലും മലയാളത്തിലും ഒരുപോലെ കഥ പറഞ്ഞ് പ്രശസ്തയായ ചേർത്തല ഭവാനി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത നാടക അക്കാദമിയിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു. ആറന്മുള പൊന്നമ്മയുടെയും മലബാർ ഗോപാലൻ നായരുടെയും സഹപാഠി. 60-ൽ പരം സ്വർണ്ണ മെഡലുകളും പുരസ്കാരങ്ങളും ലഭിച്ചു. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഹരികഥാ കലാകാരൻ ഉണ്ണികൃഷ്ണ അയ്യരുടെ ശിഷ്യ. അഭിഭാഷകനായ ബാലകൃഷ്ണ പിള്ളയാണ് ഭർത്താവ്. പ്രശസ്തനായ കാഥികൻ ചേർത്തല ബാലചന്ദ്രന്റെ മാതാവ്. 1998 ജനുവരി 12 ചേർത്തല ഭവാനി അന്തരിച്ചു. ഹരികഥാ കലാകാരി എന്ന നിലയിൽ അതിപ്രശസ്തയായിരുന്നിട്ടും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അപൂർണമായി നിലനിൽക്കുന്നു. എന്റെ നാടിനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം. ചേർത്തലയെ അടയാളപ്പെടുത്താൻ. പക്ഷെ വളരെ പെട്ടെന്ന് ഹരികഥയിലേക്കും വിൽപ്പാട്ടിലേക്കും ഞാൻ വരികയും ചെയ്തു. അതെ. അപ്പൊ ഞാനത് ഞെട്ടി. വളരെ മനോഹരം രാജീവ്. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ ആദ്യത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പരിചയമുള്ള 2 കൃതികളാണ് വിലയ്ക്ക് വാങ്ങാം, പ്രതി എന്നിവ. എഴുതിയതാരാ? സോ ആദ്യ റൗണ്ടിൽ താങ്കൾ മനോഹരമായി മത്സരിച്ചു.
വിജയിച്ചു. രണ്ടാം റൗണ്ടിൽ താങ്കൾ ഈ ഇടവേളയിൽ രണ്ടാമത്തെ ബൗളിൽ നിന്നൊരു വിഷയമെടുത്തു, മറ്റൊരു വ്യക്തിയെ വിചാരിച്ചു. ആ വ്യക്തിയെയും രേഖ അംഗീകരിക്കുന്നു. അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിച്ചു കഴിഞ്ഞു. ശരി. സഹായിക്കാൻ തയ്യാർ. Sure. ശിൽപ റെഡി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്കൾക്ക് വളരെ ശക്തമായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് മലയാള നാടക ഗാന ശാഖയിൽ ഒന്നാമത്തെ പേര് രാജീവ് ആലുങ്കലിൻ്റെതാണോ എന്ന് ചോദിച്ചാൽ ഞാനല്ല എന്ന് പറയും. മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ ഒന്നാമത്തെ പേര് രാജീവ് ആലുങ്കലിൻ്റെതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലുമല്ല എന്ന് പറഞ്ഞേക്കും. വിഷമം തോന്നരുത്, സത്യമാണ്. മലയാള ആൽബം ഗാന രംഗത്ത്, രചനാ രംഗത്ത് ഒന്നാമത്തെ പേര് താങ്കളുടേതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് ഞാൻ മറുപടി പറയേണ്ടി. പക്ഷേ നാടക ഗാനരചനയിലും ചലച്ചിത്ര ഗാനരചനയിലും ആൽബം ഗാനരചനയിലും മൂന്നിലും ഒരേപോലെ ശക്തമായ സ്വാധീനവും കോൺട്രിബ്യൂഷൻസും നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഒന്നാമത്തെ ആൾ ആര് എന്ന് ചോദിച്ചാൽ അത് രാജീവ് ആലുങ്കലാണ്. അല്ലേ? ശരിയല്ലേ? ഇങ്ങനെയൊക്കെ തിരിച്ചറിയാനും സ്നേഹിക്കാനും അനുമോദിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള സ്വപ്നത്തിലാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താങ്കൾ എഴുതിയ ചലച്ചിത്ര ഗാനം ഏതാണ്? മല്ലൂസിംഗിലെയും റോമൻസിലെയും അറുപയോട്ടത്തിലെ ഒക്കെ പാട്ട് ഇഷ്ടമാണ്. ആമയമുയിലെ പാട്ട് വരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണെങ്കിലും എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് സിനിമയിൽ അടയാളപ്പെടുത്താൻ കഴിഞ്ഞ പാട്ടാണ് ഭാര്യ 1 മക്കൾ 3 എന്ന ചിത്രത്തിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിൽ ഉറങ്ങാൻ, ഇനിയും ഒരു മരത്തണലാണ് അത് വെച്ച്, ഇനിയും കാതോർത്ത് ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ, വൃശ്ചികക്കാറ്റ് പോലെ അച്ഛൻ തലോടിയാൽ പിച്ചകപ്പൂവായി ഉണരാം, ഞാനൊരു കൊച്ചരിപ്രാവായി പറക്കാം. അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു ബാല്യത്തിൽ, അമ്മ 3 വയസ്സിലെ പോയി. പിന്നെ ഞാനും അച്ഛനും അനുജനും മാത്രമായിരുന്നു. അപ്പോൾ ഓർമ്മകളിൽ അച്ഛൻ മാത്രമാണ് സ്നേഹത്തിൻ്റെ ഒരു മുഖം. അപ്പോൾ അച്ഛനൊന്ന് വിളിക്കുമ്പോഴും സ്നേഹത്തോടെ നോക്കുമ്പോഴും ഉണരുന്ന ഒരു ഹൃദയമാണ് ഇപ്പോഴും എൻ്റേത്. മരത്തണലിൽ ഉറങ്ങാൻ നമുക്ക് കഴിയുന്നത് എപ്പോഴും അച്ഛനോടൊപ്പം. തീർച്ചയായിട്ടും. തണല് തന്ന് ചേർത്ത് പിടിക്കുന്ന, വല്ലപ്പോഴും താഴേക്ക് വളയുന്ന മരക്കമ്പുകൾ കൊണ്ട് നമ്മെ തല്ലി നോവിക്കുന്ന, എന്നാൽ തല്ലി നൊന്ത് ആ നോവൽ കാരണം നമ്മളൊന്ന് വിതുമ്പിപ്പോകുമ്പോൾ ഇലകൾക്കിടയിൽ നിന്നും പഴങ്ങൾ താഴേക്ക് ഇട്ട് തരുന്ന ഒരു വലിയ മരമാണ് അച്ഛൻ, അല്ലേ? ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാരെയും നമുക്ക് ആദരവോടെ സ്മരിക്കാം. നാളെ ഓരോ കുട്ടിയും നാളെ അവനൊരു അച്ഛനാവേണ്ടവനാണ് എന്ന് ഓർത്തു വേണം അവൻ്റെ അച്ഛനോട് പെരുമാറാൻ എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? തീർച്ചയായും. 50 വയസ്സ് കഴിഞ്ഞു? കഴിഞ്ഞു. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതെ. മതപരം, ആത്മീയം? അതെ. അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒന്നിലാണോ? അതെ. ആണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവുമായി ബന്ധം? ശിവഗിരി മഠവുമായി ബന്ധം? ഉണ്ട്. 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 താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടക ഗാനമേതാണ്? നാടകഗാനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ നാടകഗാനങ്ങളും ജീവിതഗന്ധിയാണ് ഇപ്പോഴും. അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം, അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകമ്പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം, അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമല്ല അറിഞ്ഞുകൊള്ളുക. അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമല്ല അറിഞ്ഞുകൊള്ളുക. ഇതിന് മുൻപൊരു അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇവിടെ നിന്ന് മരിച്ച് യാത്രയാകുമ്പോൾ അനുഭവിക്കുന്ന ഈ നിമിഷങ്ങൾ, ഓൺ ദ മൊമെന്റ്സ് വി സ്പെയർ ഇൻ ദ വേൾഡ്, അത് മാത്രമാണ് നമ്മുടെ സ്വന്തം. ലീവ് ദ ഡേ. മരണത്തിന് മുമ്പുള്ള സാധ്യതയുടെ പേരാണ് ജീവിതം. മരണത്തിന് മുമ്പിലുള്ള ഒരു സാധ്യതയുടെ പേരാണ് ജീവിതം. ഇപ്പൊ മാത്രമേ കൈ പിടിക്കാനൊക്കൂ, ഒന്ന് തൊടാനൊക്കൂ, ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാനാവൂ. പരലോകമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കിടുന്നവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. എനിക്കിഷ്ടമാണ്. താങ്കൾ വിചാരിച്ച വ്യക്തി സാമുദായിക പ്രവർത്തന രംഗത്തും ശ്രദ്ധേയനാണോ? അതെ. അതെ. അപ്പോൾ അത് മതപരം, ആത്മീയം എന്നാണോ പറയേണ്ടത്, അതോ സാമുദായിക പ്രവർത്തനമല്ലേ കൂടുതൽ പ്രാധാന്യം? അദ്ദേഹം ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആളല്ല.
അല്ല. ഒരു സന്യാസിയാണ്. തീർച്ചയായും അതെ. പേരിൽ പ്രകാശമുള്ള ആളാണ്. അതെ. പേരിൽ പ്രകാശമുള്ള ആളാണ്. പേരിൽ നല്ല പ്രകാശമുണ്ട്. ഉണ്ട്. ഉണ്ട്. ഉറപ്പാണ്. ഉറപ്പാണ്. പേരിൽ സൂക്ഷ്മതയുള്ള ആളാണോ പേരിൽ പ്രകാശമുള്ള ആളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. പേരിൽ പ്രകാശമുള്ള ആളാണോ എന്ന്. പ്രകാശമുള്ള ആൾ തന്നെയാണ്. നല്ല സൂക്ഷ്മതയുള്ള പ്രകാശമുള്ള ആളാണ്. പ്രകാശാനന്ദ സ്വാമിയാണോ മനസ്സിൽ? തീർച്ചയായും ആണ്. അതെ. അല്ല, സൂക്ഷ്മാനന്ദ സ്വാമിയാണോ പ്രകാശാനന്ദ സ്വാമിയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. പേരിൽ പ്രകാശമുള്ള ആളാണ്. പ്രകാശാനന്ദ 1923 കൊല്ലം ജില്ലയിലെ എലിക്കത്തൂരിലെ കലത്തരാടി തറവാട്ടിൽ ശ്രീരാമന്റെയും ശ്രീമതി വെളുമ്പിയുടെയും മകനായി ജനിച്ചു. 23-ാം വയസ്സിൽ ശിവഗിരിയിലെത്തിയ പ്രകാശാനന്ദ സ്വാമികൾ 2 വർഷങ്ങളിലായി ലോകത്തിലെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. 3-ാം തവണയാണ് ഇദ്ദേഹം ധർമ്മസംഘം പ്രസിഡന്റായി നിയമിതനാകുന്നത്. 1995-ലാണ് ആദ്യമായി ധർമ്മസംഘം പ്രസിഡന്റാകുന്നത്. 1970-79 വരെ ധർമ്മസംഘം ട്രസ്റ്റിന്റെ സെക്രട്ടറിയായും നിയമിതനായിട്ടുണ്ട്. സാധാരണ ജീവിതരീതി, പ്രാർത്ഥനാ പാടവം, ചിന്താശേഷി എന്നിവ സ്വാമികളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. രാജീവിന്റെ ഈ 2 തെരഞ്ഞെടുപ്പുകളും തമ്മിലുള്ള ഒരു സാമ്യം എന്താ? ഞാൻ ഇവിടെ എഴുതിയ ഒരു കവിതയുണ്ട്. രണ്ടുപേരും ജീവിതത്തിൽ സ്വയം ബലിയർപ്പിച്ചുകൊണ്ട് അന്യർക്ക് വേണ്ടി ജീവിച്ചവരാണ്. അപ്പോൾ കുരിശിനെ കുറിച്ചാണ് കവിത എഴുതിയത്. കുരിശ് പള്ളിയുടെ മുഖപ്പിൽ മിനുങ്ങിക്കിടക്കുന്നു. മാറിലെ തണുപ്പിൽ ഒരു വളർത്തുപൂച്ചയെ പോലെ മിനുങ്ങിക്കിടക്കുന്നു. പണക്കാരൻ്റെ പത്രാസിൽ അത് പൊന്നിൽ കുളിച്ച് വിളങ്ങിക്കിടക്കുന്നു. അതൊരു കഴുമരമാണെന്ന് നമ്മൾ മറന്നുപോകുന്നു. കഴിവേറിയ ഒരു തെറിയല്ല, അത് കണ്ടവന് വേണ്ടി ജീവിതം കൊടുത്തവന് തെറിച്ചു കിട്ടിയ പേരാണ്. തെറിച്ചവനെ തറച്ച് തിരിച്ചു നേടിയ ജന്മം കൊണ്ട് ഒരു തിരി തെളിച്ചു വയ്ക്കുക. തെറിച്ചവനെ തറച്ച് തിരിച്ചു നേടിയ ജന്മം കൊണ്ട് ഒരു തിരി തെളിച്ചു വെക്കാനാണ് രാജീവ് ആലിംഗൽ പറയുന്നത്. അങ്ങനെ തിരിതെളിച്ച 2 പേരെയാണ് ഓർത്തത്. വെരി ഗുഡ്. ശില്പ പ്ലീസ്. വാക്കിന്റെ തിരി, വാക്കിന്റെ ഒടുങ്ങാത്ത സൂര്യരശ്മി പോലുള്ള തിരി ജീവിതകാലം മുഴുവൻ തെളിക്കാൻ ഈ കുതിര താങ്കൾക്ക് വഴികാട്ടട്ടെ. ഇത് മിർ റിയൽട്ടേഴ്സിന്റെ ക്യാഷാണ്. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ 2ാമത്തെ ചോദ്യം. ഒളിമ്പിക് മാർച്ച് പാസ്റ്റ് നടക്കുമ്പോൾ എല്ലാ രാജ്യക്കാരും പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റിൽ മറ്റ് രാജ്യക്കാർ ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അമേരിക്കക്കാർ ചെയ്യാറില്ല. എന്താ അത്? ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം ഈ പ്രൊഫൈലിലൂടെ. ഹായ്, ഞാൻ ലക്ഷ്മി. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ കരമന NSS കോളേജിലെ 2ാം വർഷ മലയാള വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു മുത്തശ്ശൻ എന്നിവരാണുള്ളത്. എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഈ അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഞാൻ അതിനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് SMS വഴി എനിക്ക് ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയത്. ഞാൻ അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ പാരൻസിനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അവരെന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് വായനയാണ്. എൻ്റെ കൂട്ടുകാരും പുസ്തകങ്ങളാണ്. ഒത്തിരി സന്തോഷമുണ്ട് പ്രദീപ് സാറിനെ പോലെയുള്ള ഒരാളുടെ മുമ്പിൽ ഇരിക്കാൻ സാധിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ സാധിക്കുന്നതും. അതിലെനിക്ക് സന്തോഷവും അഭിമാനവും ഏറെയാണ്. So that was ലക്ഷ്മി സുധീഷ്. ലക്ഷ്മി, തിരഞ്ഞെടുത്തോളൂ ഒരു വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ്. ആ പേര് ജൂറിയൻ. സോ ലക്ഷ്മി, മലയാളമാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ. കവിത ചൊല്ലും? അത്യാവശ്യം ചൊല്ലും. ഇവിടെ ഇരുന്നിട്ട് ചൊല്ലാം. അതിന് മുൻപ് ലക്ഷ്മി തിരഞ്ഞെടുത്ത പേര് രേഖ അംഗീകരിക്കുന്നു? ഞാൻ അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായും. ആൻഡ് ലക്ഷ്മിയെ സഹായിക്കാൻ തയ്യാറാണോ ശില്പ? ഓൾവേസ് റെഡി. ഓൾവേസ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ലൈഫ് ലൈൻ തരുമ്പോൾ റെഡി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാലേ സമ്മതിക്കും. ഒരു മലയാളം വിദ്യാർത്ഥി എല്ലായ്പ്പോഴും തയ്യാറാണ്. വെരി ഗുഡ്.
ഇരിക്കൂ. സോ ലക്ഷ്മി, എവിടെ വീട്? മലയങ്കീഴിനടുത്ത് മലയ, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് തന്നെ. എങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയത്? SMS വഴി. SMS വഴിയാണ്. ഏത് ഉത്തരമാണ് എഴുതി അയച്ചത്? പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരൻ എന്ന ഉത്തരം എഴുതി അയച്ചു. ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തുടങ്ങാം. ലക്ഷ്മി വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അല്ല. 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 ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? യെസ്. അതെ. മതപരം, ആത്മീയം? അല്ല. 2000-ന് ശേഷമാണോ മരിച്ചത്? അല്ല. 1950-ന് ശേഷമാണോ മരിച്ചത്? അല്ല. സൗത്ത് ഇന്ത്യൻ? യെസ്. അതെ. അവർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അതെ. അതെ. ആന്ധ്രാപ്രദേശ്? അല്ല. തമിഴ്നാട്? അല്ല. അവരുടെ പ്രശസ്തിയുള്ള ബന്ധു സൗത്ത് ഇന്ത്യൻ ആണോ? അതെ. അതെ. സാമൂഹ്യ പ്രവർത്തനം തന്നെയാണെന്ന് തീർച്ച. പക്ഷെ ഒരുപാട് യാത്ര ചെയ്ത ഒരാളല്ല. പണ്ഡിത രമാദേവിയെ പോലെയൊന്നും യാത്ര ചെയ്ത ഒരാളല്ല. അല്ല. എന്നാൽ ബന്ധുക്കൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രശസ്തരായ ബന്ധുക്കളാണുള്ളത് എന്നുള്ളത് കൊണ്ട് കമലാദേവി ചതോപാധ്യായ പോലെ ഒന്നുമല്ല. അല്ല. 1980-ന് ശേഷം മരണം? അല്ല. 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 50-ന് ശേഷമാണെന്നല്ലേ പറഞ്ഞത് അല്ലേ? അല്ല. അല്ലല്ലേ? അല്ല. അല്ല എന്നാണോ പറഞ്ഞത്? അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചു. വനിതകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുപാട് യത്നിച്ച ഒരു സ്ത്രീയാണ് അവർ. അല്ല. പിടിച്ച് കെട്ടും അല്ലേ? പിടിച്ച് കെട്ടും. എന്നാലും എനിക്കൊരു ഉത്തരം വേണമെങ്കിൽ പറയാം, ചോദ്യം കഴിഞ്ഞെങ്കിൽ അല്ലേ? സാവിത്രി ദേവി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് എനിക്ക് പറയാം. പക്ഷെ അങ്ങനെ ഒരു ഗസ്സിന് ഞാൻ മുതിരുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. You have won ₹5,000 from Realtors. പറയൂ, ആരെയാ ലക്ഷ്മി സുത്തിരി? കിത്തൂർ റാണി ചെന്നമ്മ. കിത്തൂർ റാണി ചെന്നമ്മ. കിത്തൂർ റാണി ചെന്നമ്മ 1778 ഒക്ടോബർ 23-ന് കർണാടക സംസ്ഥാനത്തിലെ ബെൽഗാമിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കിത്തൂർ റാണി ചെന്നമ്മ എന്ന കിത്തൂർ ചെന്നമ്മ. കിത്തൂരിലെ റാണിയായിരുന്നു ഇവർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം നയിച്ച റാണി ചെന്നമ്മയെ 1829 അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അതിനു മുമ്പ് അപ്പ ചൊല്ലാൻ നല്ലൊരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് മനസ്സിൽ കണ്ടുവച്ചേക്കാം. റെഡി? റെഡി. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ അടുത്ത ചോദ്യം: ബാംഗ്ലൂരിനെ നിങ്ങൾ എന്തുകൊണ്ട് ബാംഗ്ലൂർ എന്ന് വിളിക്കുന്നു? ആദ്യ റൗണ്ടിൽ മനോഹരമായ പ്രകടനത്തോടെ വിജയം കൈവരിച്ച ലക്ഷ്മി സുധീഷ് രണ്ടാം റൗണ്ടിൽ രണ്ടാം ബൗളിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും അത് ജൂറിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ സമർപ്പണം, ആ അപേക്ഷ ജൂറി അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്നു. തയ്യാറാണ്. പ്ലീസ്. ഈ കാസറ്റ് കേട്ട് പഠിച്ചതല്ലാതെ വായിച്ച് പഠിച്ചേതെങ്കിലും കവിത ചൊല്ലാമോ? ചൊല്ലാം. നാറാണത്ത് ഭ്രാന്തൻ. നാറാണത്ത് ഭ്രാന്തന് വായിച്ച് പഠിച്ചാണോ? 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ.
എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, ഉള്ളിലിരവിൻ്റെ പാഷാണ തിമിരമില്ല, കാറ്റിലഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല. വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകളടയുന്നു, പാഴ്നിലപ്പുറ്റു കിതപ്പാട്ടിലുറയുന്നു, ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്നു. വേണ്ട വേണ്ട, എനിക്ക് ധ്യാനം കേട്ടപ്പോൾ മതിയായി. ധ്യാനം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇക്കുറി ലക്ഷ്മി വിചാരിച്ച വ്യക്തി വീണ്ടും സ്ത്രീ അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം അല്ല. സാഹിത്യം? അതെ. ചെറുകഥ, നോവൽ എന്നിവയിലൊന്നാണോ പ്രധാനം? അതെ. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. 1980 ശേഷം മരണം? അല്ല. 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 ഹിന്ദു? അതെ. 1950 ശേഷം മരണം? അല്ല. അല്ല. കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ? അറിയില്ല. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊന്നാണോ? അല്ല. അല്ല. അദ്ദേഹം മലബാറായിരുന്നു? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ അതെ. ആയിരുന്നു. ഹാസ്യം കൈകാര്യം ചെയ്തിരുന്നു? അതെ, ചെയ്തിരുന്നു. 17ാമത്തെ ചോദ്യം, അദ്ദേഹത്തിന് തൂലികാ നാമങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല. ഇല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ കേസരി എന്ന് വിളിച്ചിരുന്നത് പോലെ തൂലികാ നാമങ്ങളൊന്നും ഇല്ല, അപരനാമങ്ങളൊന്നും ഇല്ല? ഉണ്ട്. ഉണ്ട്. ഉറപ്പാണെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞു. കുറച്ചു മുമ്പ് അങ്ങനെ പറഞ്ഞു അല്ലേ? പരമാർത്ഥം എന്ന ചെറുകഥ എഴുതിയ, ഒരുപാട് കഥകൾ എഴുതിയ ആ മനുഷ്യൻ കേസരി എ ബാലകൃഷ്ണപിള്ളയെ പോലെ തന്നെ കേസരി എന്ന തൂലികാനാമം ഷെയർ ചെയ്ത മനുഷ്യനാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ശരിയാണോ? ശരിയാണ്. ഒരേ തൂലികാനാമത്തിൽ രണ്ടുപേരുള്ള വളരെ അപൂർവമായ ഒരു സ്വഭാവമാണ് കേസരി എന്ന വാക്കിലുണ്ടായത്. കേസരി എ ബാലകൃഷ്ണപിള്ള എന്ന പത്രപ്രവർത്തകനും കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന എഴുത്തുകാരൻ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പ്രശസ്ത പത്രപ്രവർത്തകനും ഉപന്യാസകാരനും ചെറുകഥാകൃത്തും നിരൂപകനുമായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി എഴുതിയത് ഇദ്ദേഹമാണ്. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാനാമങ്ങളിൽ അദ്ദേഹം കൃതികൾ എഴുതിയിരുന്നു. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. വാസനാവികൃതി കൂടാതെ ദ്വാരക, മേനോക്കിയെ കൊന്നതാരാണ്, മദിരാശി പിത്തലാട്ടം, പൊട്ടഭാഗ്യം, കഥയൊന്നുമല്ല എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകൾ. 1912 ഇദ്ദേഹം മദിരാശി നിയമസഭയിൽ അംഗമായി. 1914 നവംബർ 14 നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഹൃദയാഘാതം മൂലം അന്തരിച്ചു. എന്തുകൊണ്ടാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വിചാരിച്ചത്? എനിക്ക് പഠിക്കാനുള്ളത് കൊണ്ടും സാഹിത്യമാണ് എൻ്റെ വിഷയം, അതുകൊണ്ടുമാണ് ഞാൻ ഒരു നരിയെ പിടിക്കാൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പോയ കഥ വായിച്ചു. പ്രേക്ഷകരോടുള്ള എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെയാണ് ലക്ഷ്മി സുധീഷ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ലീലയ്ക്ക് പറ്റിയ ബ്ലീച്ച് എഴുതിയതാരാ? ഈ വേദിയിലേക്ക് ഇനി വരുന്ന മത്സരാർത്ഥി ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരാളാണ്. നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ. ഞാൻ മധു. മൃദംഗ നിർമ്മാണത്തിന് പ്രശസ്തമായ
പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. പാലക്കാട് കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാരായി ജോലി ചെയ്യുന്നു. 2010 മുതൽ 2 വർഷക്കാലം പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയായും ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർക്ക് ഒരു ചലഞ്ചായി ഞാൻ ഈ വേദിയിലെത്തുകയാണ്. അതെ, പാലക്കാട് നിന്നെത്തിയ ശ്രീ മധു ആണ് അത്. നമസ്കാരം സർ. ആ ബൗളിൽ നിന്നൊരു വിഷയം താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര് മനസ്സിൽ ഓർമ്മിച്ച് ശ്രീമതി രേഖയുടെ പക്കൽ നിന്ന് അപ്രൂവൽ വാങ്ങും. പ്ലീസ്. നമസ്കാരം ശ്രീ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ദീർഘകാലത്തിന് ശേഷം അശ്വമേധത്തിന്റെ വേദിയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അശ്വമേധത്തിന്റെ ആദ്യ കാലങ്ങളിൽ താങ്കൾ ഒരു മികച്ച മത്സരാർത്ഥിയായി മത്സരിക്കുകയും നിറയെ സമ്മാനങ്ങൾ നേടുകയും ചെയ്തതാണ് അല്ലേ? ഇത്തവണയും അത് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. രേഖ ശ്രീ മധു വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹിം ശിൽപ? യെസ്, റെഡി. ഇരിക്കണം. സോ ശ്രീ മധു, ആദ്യമായി അശ്വമേധം എന്ന ഈ വിപരീത വിജ്ഞാന യാത്രയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും പലപ്പോഴും നഷ്ടമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. പലതും ഓർക്കാനും പലതിനെയും ഓർമ്മിപ്പിക്കുവാനും കഴിയുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിലാണ് ഞാൻ അശ്വമേധത്തെ കാണുന്നത്. ശ്രീ മധുവിനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം അറിവിൻ്റെ വൈപരീത്യം നിറഞ്ഞ ഒരു വല്ലാത്ത കാട്ടിലേക്ക്. യാഗം. ഏഷ്യൻ? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. ദക്ഷിണേന്ത്യക്കാരനാണ്? അതെ. തമിഴ്നാട്ടുകാരൻ? അല്ല. ആന്ധ്രാപ്രദേശ്? പഴയ ആന്ധ്രാപ്രദേശാണോ ഇപ്പോഴത്തെ? അല്ല, ഞാൻ രണ്ട് തെലങ്കാനയും ആന്ധ്രയും ചേർത്ത് തന്നെ. അതെ. ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ജീവിച്ചിരിപ്പുണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? ലൈഫ് സ്പോർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണത്. സ്പോർട്സായി കൺസിഡർ ചെയ്യും. 50 വയസ്സ് കഴിഞ്ഞോ? ഇല്ല. പുരുഷൻ? അല്ല. 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 ഇല്ല. 30 വയസ്സ് കഴിഞ്ഞോ? ഇല്ല. 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 താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരിന്റെ ഏതെങ്കിലും ഭാഗം എം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഏതെങ്കിലും ഭാഗം പി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതയായ മൽവത് പൂർണ്ണയാണോ മനസ്സിൽ? ആണ്. എന്തായിരുന്നു വിഷയം? അഡ്വഞ്ചർ ആണോ വിഷയം കിട്ടിയത്? മലവത് പൂർണ്ണ 2000 ജൂൺ 10 തെലുങ്കാന സംസ്ഥാനത്തിലെ നിസാമാബാദ് ജില്ലയിലെ പകല എന്ന ഗ്രാമത്തിലാണ് മലവത് പൂർണ്ണ ജനിച്ചത്. 2014 മെയ് 25 വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന മലനിരകൾ കീഴടക്കാൻ സാധിച്ചു എന്ന റെക്കോർഡും മലവത്തിന് സ്വന്തം. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെയാണ് ഈ ഒരു നേട്ടത്തിന് മലവത് അർഹയായത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട മലവത് പഠനത്തിലും കലാകായിക രംഗങ്ങളിലും തന്റേതായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. അശ്വമേധത്തിന് താങ്കൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം. ഇത് ഇറ്റ്സ് ജസ്റ്റ് എ കൺസോലേഷൻ പ്രൈസ്, ഒരു സാന്ത്വന സമ്മാനം. തിരികെ വരാം. ഇത് ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി ആര് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹാവ് എ പ്രൊഫൈൽ. എൻ്റെ പേര് റിങ്കു. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഇവിടെ ടെക്നോ പാർക്കിൽ പ്രശസ്തമായ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പല ക്വിസ് പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. എനിക്ക് വളരെ താല്പര്യമുള്ള മേഖലയാണ്. അശ്വമേധത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. So that was the profile of Ringu Prakash. Hello Ringu, welcome to the show. എവിടെയാ നാട് റിങ്കുവിന്റെ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് തന്നെയാണ്. റിങ്കു,
ഈ മത്സരത്തിന്റെ കഠിനമേറിയ നിമിഷങ്ങളിൽ കൂടുതൽ ശക്തമായ ഉത്സാഹത്തോടുകൂടി റിങ്കുവിന് മത്സരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വെരി അൺഫോർച്ചുനേറ്റ്, ഇന്ന് റിങ്കുവും ഞാനും തമ്മിലുള്ള മത്സരം സാധ്യമാകുന്നില്ല. വരൂ. റിങ്കു തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. അതെ അതെ. അപ്പൊ റിങ്കുവിന്റെ മത്സരം നമ്മൾ നാളത്തേക്ക്, അടുത്ത അധ്യായത്തിലേക്ക് മാറ്റിവെക്കുന്നു. ദ ടൈം ബോംബ് ഹാസ് ബ്ലാസ്റ്റഡ്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. കൺമുന്നിൽ അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്തുണ്ട് എന്ന് കരുതുന്നത് വളരെ പെട്ടെന്ന് അകന്നുപോകും. എന്നാൽ വളരെ അകലെയാണ് എന്ന് നമ്മൾ കരുതുന്നതെല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുകയും ചെയ്യും. അകന്നിരിപ്പത് അടുപ്പമല്ലേ, അടുത്തിരിപ്പത് അകൽച്ചയല്ലേ? പറയൂ സഖി. ഗുഡ് നൈറ്റ് ഫ്രം GS പ്രദീപ്.